ഷഹദ് റഹ്മാനിലേക്ക് വന്നാൽ ഷഹദ് UDF ക്യാമ്പും വലിയ ആവേശത്തിലാണ്. പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം അവർ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ അവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഒരു രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് UDF ക്യാമ്പ് കടക്കുന്നുണ്ട്. അവരുടെ ആത്മവിശ്വാസം, അനുബന്ധ വിവാദങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടി അവരുടെ ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയുള്ള കളം പിടിക്കാനുള്ള നീക്കം, പ്രചാരണാവേശം, അതിനെ എങ്ങനെയാണ് കാണുന്നത് ഷഹദ് റഹ്മാൻ? അതായത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയായിരുന്നു. ആ മഴ ആയതുകൊണ്ട് തന്നെ പ്രചാരണത്തിലും അതുപോലെ തന്നെ പ്രവർത്തകർക്കിടയിലും ഒരു തണുപ്പൻ മട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. അത് കോൺഗ്രസിനാണെങ്കിലും അതുപോലെ തന്നെ CPM-നാണെങ്കിലും. കാരണം ഇരു മുന്നണികൾക്കും കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ഇന്ന് LDF-ഉം ഒപ്പം തന്നെ കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ എല്ലാ മുതിർന്ന നേതാക്കളും മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അടുത്ത ദിവസം, അതായത് നാളെ CPM-ന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെത്തും. അപ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണമായിരുന്നു. അത് മണ്ഡലത്തെ പൂർണ്ണമായിട്ടും ഇളക്കി മറിക്കുന്ന തരത്തിലായിരുന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF ക്യാമ്പിന്റെ ഈ പ്രചാരണ പത്രം സമർപ്പിക്കുന്ന ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. യുവ MLA-മാരും അതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ അണിനിരുന്നിട്ടുള്ള ഒരു വലിയ ജാഥ, ആ ജാഥ ഈ മണ്ഡലം ഒന്നാകെ ഇളക്കി മറിച്ചുകൊണ്ട് നിലമ്പൂർ നഗരത്തിലൂടെ നടന്നു നീങ്ങിയിട്ടായിരുന്നു ആ ജാഥയുമായി ഏറ്റവും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ചില വിവാദങ്ങളൊക്കെ ഉടലെടുത്തെങ്കിലും ആ വിവാദങ്ങളെ ഒന്നും തന്നെ വകവെക്കാതെ UDF ക്യാമ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. റീജിത്ത് അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് UDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രധാനപ്പെട്ട ആളുകളെ, അതായത് മതമേലധ്യക്ഷന്മാരെ അതുപോലെ തന്നെ ജില്ലയിലെ പ്രമുഖരെ ഉൾപ്പെടെയുള്ള ആളുകളെ നേരത്തെ കാണുകയും കൺവെൻഷൻ ഉൾപ്പെടെ നേരത്തെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപടി മുൻപേയാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകിയെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇനി അടുത്ത ദിവസം അത് റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.